ഓക്കെ, 9th സ്റ്റാൻഡേർഡിലെ ക്രിസ്മസ് എക്സാമിൻ്റെ മാത്സ് സബ്ജക്റ്റിൻ്റെ 22ാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ: when each of two numbers are increased by 1, their product becomes 1581, and when each number is decreased by 1, their product becomes 1421. What is the product of numbers? What is their sum? What are the numbers? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ തറവലി വായിച്ച് മനസ്സിലാക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ക്ലൂസ് ആ ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തറവലി വായിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്ത് 2 നമ്പറുണ്ട്, 2 നമ്പേഴ്സ് ഉണ്ട്. അത് ആദ്യത്തെ ക്ലൂ. ഈ 2 നമ്പരും ഒന്ന് വീതം കൂട്ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ പ്രോഡക്റ്റ് 1581. അതേസമയം ഒന്ന് വീതം കുറച്ച് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് 1421. ഇതാണ് ഇവർ തന്നിരിക്കുന്ന 2 ക്ലൂസ്. ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, സമ്മ് കണ്ടുപിടിക്കണം, ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് പ്രോബ്ലം. അപ്പോൾ ക്ലൂസ് ഉണ്ട്. അപ്പം ക്ലൂസ് പ്രകാരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 നമ്പേഴ്സാണ്, നമുക്കറിയില്ല, അൺനോൺ ആണ്, അൺനോൺ നമ്പേഴ്സാണ്. ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്പർ അസ്യൂം ചെയ്യുകയാണ്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ നമ്പേഴ്സ്. എക്സും വൈ എന്ന് ഇരിക്കട്ടെ നമ്പേഴ്സ്. ഇനി ആദ്യത്തെ ക്ലൂ, ഓരോ നമ്പറിൻ്റെയും കൂടെ 1 വീതം കൂട്ടി അത് തമ്മിൽ ഗുണിക്കുമ്പോൾ 1581 കിട്ടും. അതാണ് ആദ്യത്തെ ക്ലൂ. ഓക്കെ, നമ്മുടെ നമ്പർ അസ്യൂം ചെയ്തു. എക്സ് പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് എടുത്ത് ഇൻറ്റു എഴുതുന്നത്. രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ ഒന്ന് കൂട്ടി y പ്ലസ് 1 ഈക്വൽ ടു 1481. ഇനി ഇത് നമ്മൾ ഒന്ന് സോൾവ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിടണം. നമ്മൾ സോൾവിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നോക്കാം. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ അകത്തോട്ട്, ഈ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു പ്ലസ് 1 പ്ലസ് എക്സ്, പ്ലസ് 1 ഇൻറ്റു പ്ലസ് വൈ പ്ലസ് വൈ, പ്ലസ് 1 ഇൻറ്റു പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു 1081. ഇനി നോക്കണം നമുക്ക് വാട്ട് ഈസ് ദ സം എന്നൊക്കെ സം എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്, വാട്ട് ഈസ് ദ സം, ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ഗ്രൂപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് വൈ പ്ലസ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, കോമൺ, ഈക്വൽ ടു ഈ 1 ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ -1 ആവും. അതായത് 1581 മൈനസ് ഈ +1 ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ -1 ആകും. അതെപ്പോഴും ആലോചിക്കുക, ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറുമ്പം സൈൻ മാറും. പ്ലസ് ആണ് അപ്പുറത്ത് കൊണ്ടുവന്നെങ്കിൽ മൈനസ് ആകും, മൈനസ് ആണ് അപ്പുറത്ത് കൊണ്ടുവന്നെങ്കിൽ പ്ലസ് ആകും. അതേപോലെ മൈനസ് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആകും, പ്ലസ് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും. അതൊക്കെ ഓർക്കണം. എന്ത് കിട്ടി നമുക്ക്? 1580 കിട്ടി. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1580 കിട്ടി. ഇത്രയും സോൾവ് ചെയ്ത് ഇവിടെ വെക്കുക. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ നമ്പർ നോക്കാം. രണ്ടാമത്തെ ക്ലൂ പ്രകാരം ഓരോ നമ്പരും 1 വീതം ഡിക്രീസ് ചെയ്തു. അപ്പം ആദ്യത്തെ നമ്പറിൽ നിന്ന് 1 കുറച്ചു,
ഇൻറ്റു രണ്ടാമത്തെ നമ്പറിൽ നിന്ന് 1 കുറച്ചു ഈക്വൽ ടു 1421. ഇനി അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുക. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു -1 ഡിഫറൻസ് സൈനാണ്, അപ്പോൾ മൈനസ് കൊടുത്തു എക്സ് ഇട്ടു. ഇവിടെയും ഡിഫറൻസ് സൈനാണ്, -1 ഇൻറ്റു പ്ലസ് വൈ ആണ്, അപ്പോൾ അതുകൊണ്ട് ഡിഫറൻസ് സൈൻ ആയതുകൊണ്ട് മൈനസ് ഇടുന്നു വൈ. -1 ഇൻറ്റു -1 സെയിം സൈനാണ്, അതുകൊണ്ട് പ്ലസ് ഇട്ടു ഈക്വൽ ടു 1421. ഇത് നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തെഴുതുക. എക്സ് വൈ മൈനസ് ഇന്ന് കോമൺ പുറത്തെടുക്കുന്നു ഈക്വൽ ടു 1421. ഈ +1 ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു -1. എന്ത് കിട്ടി? 1420 കിട്ടി. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി അല്ലേ? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1580 എന്നും എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1420 2 ഇക്വേഷൻ കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ നമ്പേഴ്സ്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്പർ ഏതൊക്കെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്? എക്സും വൈയുമാണ്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് വൈ ആണ്. എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നും കൂടെ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്ത് എഴുതാം. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1580. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1420 എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ ആണ്. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ഈ 2 ഇക്വേഷൻ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. എന്താണെന്ന് ആഡ് ചെയ്യണമെന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. കാരണം എന്താ? നമ്മുടെ എക്സ് പ്ലസ് വൈ അതൊരു ടേമാണ്. പക്ഷേ അതിൻ്റെ സൈൻ ഡിഫറെൻ്റ്. ഇവിടെ പ്ലസ് സൈനുമാണ്, ഇവിടെ മൈനസ് സൈനുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ക്യാൻസൽ ആയിപ്പോവും, 0 ആയിപ്പോവും. പ്ലസ് എക്സ് വൈയും പ്ലസ് എക്സ് പ്ലസ് വൈയും മൈനസ് എക്സ് പ്ലസ് വൈയും കൂടെ ക്യാൻസൽ ആയിപ്പോവും. രണ്ട് പ്ലസും മൈനസും അല്ലേ, അതുകൊണ്ട് അത് 0 ആയിപ്പോവും. മനസ്സിലായോ? അപ്പം നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ഒന്നും കൂടെ എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ അല്ലേ, പ്ലസ് രണ്ടാമത്തെ ലെഫ്റ്റ് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1880 പ്ലസ് 1420. ഇങ്ങനെ നമുക്ക് എക്സ് വൈയും സെയിം സൈനാണ്, അത് രണ്ടും കൂടെ കൂട്ടി എഴുതുന്നു. 2xy അല്ലേ. ഇനി നമുക്ക് പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈയും മൈനസ് എക്സ് പ്ലസ് വൈയും പ്ലസ് എക്സ് വൈയും മൈനസ് എക്സ് വൈയും അത് രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്, ആയതുകൊണ്ട് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ പിന്നെ ടേംസ് ഒന്നുമില്ല. ഈക്വൽ ടു ഇത് രണ്ടും കൂടെ നോക്കാം. 0 10 1 5 4 9 10 1 3000 നമുക്ക് കിട്ടും അല്ലേ. ഇനി എക്സ് വൈ ഈക്വൽ ടു 3000. എക്സ് വൈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് എന്നാണ്. എക്സ് വൈ കണ്ടുപിടിക്കുക. എക്സ് വൈ ഈക്വൽ ടു 3000. 2 ഇവിടെ കിടക്കുക. 2 ഇങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരും. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അത്
ഡിവൈഡ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? XY ഈക്വൽ ടു 1500 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. Therefore the product of numbers are 1500. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് വാട്ട് ഈസ് ദെയർ സം എന്നാണ് ചോദിക്കുന്നത്. അതായത് അപ്പം എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് വൈ ആണ് ഇപ്പം കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇനി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാര്യം എഴുതണമായിരുന്നു. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. കാരണം രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടിയാണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പിലോട്ട് വരുന്നത്. സ്റ്റെപ്പ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അപ്പം നമുക്ക് തെറ്റത്തില്ല. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ ഉപയോഗിക്കണം. അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1 നമ്മൾ നേരത്തെ എടുത്ത 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ആണ്. പക്ഷേ ഈ കേസിൽ നമ്മൾ എടുക്കേണ്ടത് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ആണ്. എന്താ കാര്യം ഇത് നോക്കണം. കാരണം XY പ്ലസ് എക്സ് പ്ലസ് വൈയും XY മൈനസ് എക്സ് പ്ലസ് വൈയും ആണ്. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് നോക്കുക. നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഒന്നും കൂടെ എടുത്ത് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 XY പ്ലസ് എക്സ് പ്ലസ് വൈ. ഇനി എന്താ? ഈ മൈനസ് ഇടുന്നു. നമുക്ക് വലിയൊരു ബ്രാക്കറ്റ് ഇടാം, ഇതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ അത് നോക്കാം. XY മൈനസ് എക്സ് പ്ലസ് വൈ, വലിയ ബ്രാക്കറ്റ് അവിടെ കിടക്കട്ടെ, ഈക്വൽ ടു 1550 മൈനസ് 1420. ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയാൽ ക്ലിയർ ആകും. ഇത് മൈനസാണ്. ഈ മൈനസ് കൊണ്ട് നമ്മൾ അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് കൊണ്ട് XY ഗുണിച്ചാൽ മൈനസ് XY. തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്രാക്കറ്റ്, വലിയ ബ്രാക്കറ്റ് ഇട്ട് സോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സൈൻ ഇടുമ്പോൾ നമുക്ക് തെറ്റും, ഒഴിവാക്കാൻ വേണ്ടി. ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് പ്ലസ് വൈ ഐ ഈക്വൽ ടു ഇത് എത്ര നോക്കാം. 0 6 2 8 1 160 അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ് വൈയുടെ സൈൻ പ്ലസ് ആണ്, മൈനസ് എക്സ് വൈയുടെ സൈൻ മൈനസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസലായി പോകും. ബാക്കി എന്തുണ്ട്? പ്ലസ് എക്സ് പ്ലസ് വൈയും പ്ലസ് എക്സ് പ്ലസ് വൈയും ഒരേ സൈനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അതെന്താണ്? 2x പ്ലസ് വൈ ആണ്. എത്രയാണ്? 160. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സമ്മാണ് അല്ലേ? വാട്ട് ഈസ് ദെയർ സം എന്നാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ ഈ രണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്നത്. ഇവിടെ ഗുണിച്ച് വെക്കുക, 2 കൊണ്ട് ഗുണിച്ച് വെക്കുക. അതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പം ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടി? 80 ആൻസർ. 80 ആൻസർ കിട്ടി. അപ്പം നമുക്ക് ഒരു സം ഈസ് 80. നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 1500 എന്നും നമ്പേഴ്സിൻ്റെ സമ്മ് 80 കിട്ടി. 80. അപ്പോൾ രണ്ട്
ഓപ്ഷൻ്റെ സൊല്യൂഷനായി. ഇനി വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അത് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ കയ്യിൽ ഉള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എക്സ് വൈ ഉണ്ട്, സമ്മും ഉണ്ട്, എക്സ് വൈ ഉണ്ട്, എക്സ് പ്ലസ് വൈയും ഉണ്ട്. നമുക്ക് വാല്യൂസ് അറിയാം. എക്സ് പ്ലസ് വൈ 80 ആണ്, എക്സ് വൈ 1500 ആണ്. ഇത് നമുക്കറിയാം. അപ്പം ഈ രണ്ട് ക്ലൂസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ ഇതിന് ദ്വിമാന സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത്. ദ്വിമാന സമവാക്യം എന്തുവാ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അല്ലേ? നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? സി, അത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ദ്വിമാന സമവാക്യം എഴുതി. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഇക്വേഷന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 നോക്കാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ലെഫ്റ്റ് സൈഡ് എഴുതി. ഇനി ഇക്വേഷൻസിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. നമുക്ക് ആ തെറ്റാതിരിക്കാൻ വലിയ ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ സൈൻ തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വലിയ ബ്രാക്കറ്റ് ഇടുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഇട്ടു. ഇനി ആ ബ്രാക്കറ്റ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഒന്നും കൂടെ നമുക്ക് എടുത്ത് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇനി മൈനസ് കൊണ്ട് അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2xy മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അത് രണ്ടും കൂടെ പോകും, ക്യാൻസലായി പോകും. പ്ലസ് 2xy പ്ലസ് 2xy നമുക്ക് എടുത്ത് എഴുതാം. രണ്ട് സെയിം സൈനാണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 4xy അടുത്തത് പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4xy എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ കൈവശം എന്തൊക്കെ വാല്യൂസാണ് ഉള്ളത്? എക്സ് പ്ലസ് വൈ ഉണ്ട്. എക്സ് പ്ലസ് വൈ നമുക്ക് നേരത്തെ കിട്ടിയത് എത്ര? 80. ആ വാല്യൂ ഇട്ട് കൊടുക്കുക. 80 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ അറിയില്ല, അവിടെ കിടക്കട്ടെ. 4 ഇൻറ്റു എക്സ് വൈ അറിയാം. പ്രോഡക്റ്റ് എത്ര? എക്സ് വൈ ഈസ് ഈക്വൽ ടു 1500. ഇവിടെ നമുക്ക് എടുക്കാം. ഇതിൻ്റെ സ്ക്വയർ എത്ര? 80 എന്നിട്ട് 64 2 0. സ്ക്വയറൊക്കെ എടുക്കുന്ന ഈസി ആയിട്ട് ചെയ്യാം. 80യുടെ സ്ക്വയർ എഴുതി ഗുണിക്കണമെന്നില്ല. ഒരു 0 ആണെങ്കിൽ അടുത്തതിനകത്ത് സ്ക്വയറിനകത്ത് 2 0 വരും. പിന്നെ 8ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. എന്നിട്ട് 64 2 0 മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15 4 60 2 0. ഒക്കെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കണം. കിട്ടി. ഇനി
minus x minus y the whole square equal to 6000 minus 6400. അതായത് ഇത് പ്ലസ് 6400 ആണ്, അത് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. ഇത് പ്ലസ് ആയത് ഈക്വൽ സൈഡ് റൈറ്റ് സൈഡ് വരുമ്പോൾ മൈനസ് ആവും. എത്രയായി? മൈനസ് 400, അതായത് മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 400 ആണ്. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 400 എന്ന് എഴുതാം. അപ്പം എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് എടുക്കണം, റൂട്ട് 400. സിമ്പിളാണ്. രണ്ട് ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. രണ്ട് ഇവിടെ ചെയ്തത് ഒരു പൂജ്യം ഇട്ട് സ്ക്വയർ എടുത്തപ്പോൾ 2 പൂജ്യം ഇട്ടില്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 പൂജ്യം ഉണ്ട്, അതുകൊണ്ട് ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക. 4ൻ്റെ റൂട്ട് 2, അപ്പോൾ റൂട്ട് 400 ഈക്വൽ ടു 20. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 എന്ന് കിട്ടി. ഇനി ഈ എക്സ് മൈനസ് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 20 എന്നാണ്. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. നമുക്ക് നേരത്തെ അറിയാം എക്സ് പ്ലസ് വൈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 80. നമുക്കിപ്പം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 എന്ന് കിട്ടി അല്ലേ. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 5 ഇക്വേഷൻ നമ്പർ 6 കൊടുക്കുക. അപ്പോൾ നമുക്ക് അല്ലേ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ വന്നു, അതുകൊണ്ട് ആഡ് ചെയ്താൽ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്താൽ ഇതങ്ങ് ക്യാൻസലായി പോകും. അപ്പം നമുക്ക് ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇക്വേഷൻ നമ്പർ 5 പ്ലസ് ഇക്വേഷൻ നമ്പർ 6 നമുക്ക് ലെഫ്റ്റ് സൈഡ് എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 80 20 100 ആണ്. പ്ലസ് മൈനസ് വൈയും പ്ലസ് വൈയും കൂടെ ക്യാൻസലായിപ്പോയി. എക്സ് പ്ലസ് എക്സ് ഒരെക്സ് രണ്ടും കൂടെ കൂട്ടി 2x ഈക്വൽ ടു 100 എന്ന് വന്നു. എക്സ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 50. അപ്പോൾ ഒരു നമ്പർ കിട്ടി നമുക്ക് എക്സ് അല്ലേ, ഒരു നമ്പർ കിട്ടി. എക്സ് ഈക്വൽ ടു 50 ഒരു നമ്പർ കിട്ടി. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയായി. ഈ എക്സ് ഇതിൽ ഏതെങ്കിലും കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എക്സിൻ്റെ വാല്യൂ. ഇത് തന്നെ എടുക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 80 എന്നറിയാം. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 50. അതായത് 50 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 18. വൈ കണ്ടുപിടിക്കാം. വൈ ഈക്വൽ ടു 80 അതുപോലെ അതാത്തറാക്കി. ഈ പ്ലസ് 50 ആണ്, അത് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 50 ആയി. വൈ ഈക്വൽ ടു 80 50 പോയ 30. അപ്പോൾ സോ ദ നമ്പേഴ്സ് ആർ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 50 and 30. ഇതാണ് ആൻസർ. നമ്പേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 50 30. ഓക്കെ, ക്ലിയർ ആയല്ലോ.